ഗിയർ ബോക്സ് 2 ടൈപ്പുണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്നത് ഓട്ടോമാറ്റിക്കാണ്. ഇപ്പം സാധാ ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് വരുന്നത് കറക്റ്റ് ക്ലച്ച് ചവിട്ടാതെ ഗിയർ പിടിച്ച് യൂസ് ചെയ്താലും കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. പിന്നെ ക്ലച്ച് തീർന്നിട്ട് അതിനുള്ളിൽ ആ ഫ്ലൂഡ് കുറവുണ്ടെങ്കിലും നോർമലായിട്ട് കംപ്ലൈൻറ്റ് വരുന്ന ഇതൊക്കെയാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ കൂടുതലും ഇലക്ട്രിക് വരുന്നതാണ്. അത് ഈസം പോലത്തെ സർക്യൂട്ട് ബോർഡൊക്കെയാണ് അതിനുള്ളിലുള്ളത്. അത് ന്യൂ ജനറേഷൻ വണ്ടികൾക്ക് സ്കാൻ ചെയ്ത് എല്ലാ ഗിയറിൻ്റെതായാലും സ്കാൻ ചെയ്താലേ അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നോർമലി വണ്ടി കൈമാറി ഓടിച്ചില്ല എങ്കിൽ ഒരു 40,000 കിലോമീറ്റർ വരെ ഒരു ക്ലച്ച് മാറ്റി കഴിഞ്ഞാൽ അത് കിടന്നോളും. പക്ഷേ ഇതിപ്പോൾ ക്ലച്ച് നമുക്കിപ്പം ഈ ആൾക്കാർ, അതായത് കൂട്ടുകാർക്കൊക്കെ വണ്ടി കൈമാറി ഓടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ ക്ലച്ച് യൂസ് ചെയ്യാതെ ആണ് കൂടുതലും കംപ്ലൈൻറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിന് 2 ടൈപ്പ് ക്ലച്ചുണ്ട്. ഇപ്പം ക്ലച്ച് കേബിൾ, പണ്ടുള്ള വണ്ടിയൊക്കെ ക്ലച്ച് കേബിൾ അല്ലെങ്കിൽ റാഡായിരിക്കും. ഇപ്പോൾ ഉള്ളത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൽ വർക്കാവുന്ന, അതായത് സിലിണ്ടർ, ക്ലച്ച് ചവിട്ടുന്നിടത്ത് ഒരു MC സിലിണ്ടറുണ്ട്, അടിയിൽ ഗിയർ ബോക്സിലൊരു സ്ലേവ് സിലിണ്ടറുണ്ട്. സ്വിഫ്റ്റിനൊക്കെ വരുന്നിട്ട് സ്ലേവ് സിലിണ്ടറൊക്കെ ഗിയർ ബോക്സിനകത്താണ് വരുന്നത്. സ്ലേവ് സിലിണ്ടർ ഫ്ലൂയിഡ് ഉപയോഗിച്ച് വർക്കാവുന്നതാണ്. അത് ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ അന്നേരം ക്ലച്ച് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ തിരുമലയിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി മങ്കാട്ടുകടവ് തൈവിള ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണ്. US ഓട്ടോ ഗാരേജ് എന്നാണ് വർക്ക്ഷോപ്പിൻ്റെ പേര്. ഞങ്ങൾ മൊത്തം ടെക്നീഷ്യനും എല്ലാവരും കൂടെ 4 പേരുണ്ട്. നമ്മളിപ്പം മാരുതി മാത്രമല്ല പണിയുന്നത്, ഓയിസ് വാഗൺ. ഇതിപ്പോൾ ഓയിസ് വാഗണിൻ്റെ പോളോയാണ്. നമ്മൾ ഇന്നലെ ടൈം ബെൽറ്റ് മാറ്റിയതാണ്. ടൈം ബെൽറ്റ് മാറ്റുമ്പോൾ അതിൻ്റെ എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടൈം ബെൽറ്റും അതിൻ്റെ ടെൻഷനും കിറ്റായിട്ടാണ് മാറ്റുന്നത്. ഞങ്ങളിപ്പോൾ പോളോ ഇന്നലെ വന്നതാണ്. ഇപ്പോൾ നമ്മൾ പുതിയ ബെൽറ്റ് മാറ്റി. ഇതിപ്പോൾ അടുത്ത ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്നത് ഒരു 80,000 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. ഈ ബെൽറ്റ് കറക്റ്റ് സമയത്ത് മാറ്റിയില്ലെങ്കിൽ ഈ ബെൽറ്റ് അഥവാ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഇളക്കി അതിൻ്റെ വാൽവൊക്കെ ബെൻഡായിട്ടുണ്ട് പോകും. അങ്ങനെ അതിന് മുമ്പായിട്ട് ഇത് കമ്പനി പറയുന്നതിനെക്കാട്ടി ഒരു 5,000 കിലോമീറ്റർ കുറച്ച് നോക്കിയിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. ഡീസൽ വണ്ടിക്കെല്ലാം ടൈമിംഗ് ബെൽറ്റ്, ഇൻഡിക, അതുപോലെ വലിയ വണ്ടികളായാലും ബെൽറ്റ് വെച്ച് ചെയിനാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ബെൽറ്റ് എന്നാലും അവർ കമ്പനി പറയുന്ന സമയത്ത് തന്നെ അവർ മാറ്റണം. അപ്പോൾ നമുക്കിവിടെ കൂടുതലും മാരുതിയും വരുന്നുണ്ട്, പോളോ, വെൻഡോ, അങ്ങനെ സ്കോഡ, മറ്റുള്ള ചെറിയ പിക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത് A-സ്റ്റാറിൻ്റെയാണ്. ഇത് ക്ലച്ച് ടൈറ്റാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ മാരുതി ഒറിജിനൽ പാഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് നാളാകുമ്പോൾ ഈ വണ്ടി ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ജാം ആവുന്നതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത് കൂടുതലും മിക്ക വണ്ടിക്കും ഈ വണ്ടി ചിലപ്പോൾ നമുക്ക് ഓട്ടം കുറവായ വണ്ടിയായാലും അല്ലാതെ നോർമലായിട്ട് വരുന്ന കംപ്ലൈൻറ്റാണ്.
ഇപ്പോൾ അടുത്ത പണിയാകുമ്പോൾ ഇതിപ്പോൾ ഗിയർ ബോക്സ് ഇളക്കി അതിൻ്റെ ക്ലച്ച് മാറ്റാനാണ് നമ്മളിപ്പം പോകുന്നത്. അപ്പോൾ അത് ക്ലച്ച് നല്ല സ്മൂത്തായിരിക്കും. നമ്മൾ ക്ലച്ച് ചെയ്യുന്ന മുമ്പായിട്ട് ആദ്യം ഇതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റി നോക്കി. ആദ്യം ടൈറ്റ് നോക്കാൻ വേണ്ടി കേബിൾ ടൈറ്റ് ആണെങ്കിലും ക്ലച്ചിന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ കേബിൾ ആദ്യം മാറ്റിയപ്പോൾ കേബിളിൻ്റെ അല്ല കേബിളിൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ടൈറ്റ് മാറിയില്ല. അപ്പം ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റ് എടുത്ത് മാറ്റിയാണ് നമ്മൾ ക്ലച്ച് അസംബ്ലി മാറ്റിയാണ്. ഇത് നമ്മളെ അടുത്തുള്ള ചേട്ടൻ്റെ വണ്ടിയാണ്. അവർ സ്ഥിരം നമുക്ക് ആ പണി തരുന്നത്. ഇപ്പോൾ നമ്മൾ ജെന്യൂൻ പാർട്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് മിക്ക വണ്ടികളും നമ്മളെ അടുത്ത സർവീസിനും നമ്മുടെ അടുത്ത് തന്നെ വരുന്നുണ്ട്. A-സ്റ്റാറിൻ്റെ ക്ലച്ച് ഇളക്കിയപ്പോഴാണ് അതിൻ്റെ വീൽ ഡിസ്ക് പൗഡർ കംപ്ലൈൻ്റ് ആണ്. പേഡ് വന്നിട്ട് തീർന്നിട്ട് ചിലവർ ശ്രദ്ധിക്കത്തില്ല. ഇതിൻ്റെ മെറ്റൽ ഇതിലേക്ക് ഉരഞ്ഞിട്ടാണ് ഇതുപോലെ വരുന്നത്. അപ്പോൾ ഇത് ശകലം കനം ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ലൈറ്റി കൊടുത്ത് ഒന്നേന്ന് ഉപയോഗിക്കാം. പക്ഷേ കട്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സംഭവം ചിലപ്പം ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് ബ്രേക്ക് പേഡിൽ പുളവ് വരും. അപ്പോൾ ഇതെന്തായാലും മാറ്റുന്നതായിരിക്കും നല്ലത്. കട്ട് ചെയ്തിടാൻ ശകലം കനമുണ്ട്, പക്ഷേ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോങ്ങൊക്കെ പോകുമ്പോൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ബ്രേക്ക് പേഡ് ഒരു 5000 കിലോ ഓടും. പക്ഷേ ബ്രേക്ക് പേഡ് ഇപ്പോൾ ഓർഡർ പുതിയത് മാറ്റുന്നതുകൊണ്ട് പുതിയ പേഡും കൂടെ മാറ്റുന്നതായിരിക്കും നല്ലത്. പോണെങ്കിൽ അങ്ങ് മാറ്റിയല്ലോ. ഈ പ്രഷർ പ്ലേറ്റാണ് ക്ലച്ച് ടൈറ്റ് വരുന്നതായി. ഈ ഫിംഗർ കുറച്ച് നാളാകുമ്പോൾ ഹാർഡാകുമ്പോൾ ക്ലച്ച് ഇതിൻ്റെ ഉള്ളിൽ സ്പ്രിങ്ങൊക്കെ ഉണ്ട്. സ്പ്രിങ് എല്ലാം തുരുമ്പായിട്ടാണ് ക്ലച്ച് ടൈറ്റ് വരുന്നത്. സാധാരണ ഇളക്കാതെ ക്ലച്ച് ടൈറ്റ് മാറ്റുന്നത് ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഈ കേബിള് മാറ്റിക്കഴിഞ്ഞാൽ ഒരുവിധം വെളിയിൽ നിന്നുള്ളതൊക്കെ തീരും. പക്ഷേ ഗിയർ ബോക്സ് ഇളക്കിയാലേ ക്ലച്ച് മാറ്റത്തുള്ളൂ, ക്ലച്ച് ടൈറ്റ് മാറ്റത്തുള്ളൂ. ക്ലച്ച് കംപ്ലയിൻറ്റ് വരുന്ന 2 വരും, 2-3 കംപ്ലയിൻറ്റ് വരും ഈ പ്രഷർ പ്ലേറ്റ് കൊണ്ട്. ക്ലച്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് പ്രഷർ പ്ലേറ്റ് വർക്കായില്ലെങ്കിൽ അത് ക്ലച്ച് ഉതർച്ച വരും. പിന്നെ ഡിസ്ക് തേഞ്ഞ് തീരുകയാണെങ്കിൽ ക്ലച്ച് വലിക്കത്തില്ല. ഈ ക്ലച്ച് ഡിസ്ക് തേഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഓടിക്കുകയാണെങ്കിൽ പ്രഷർ പ്ലേറ്റിൻ്റെ ബ്ലൂ ഷെയ്ഡ് വരും. ബ്ലൂ ഷെയ്ഡ് പറഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പാവുന്നതായിട്ടാണ്. ക്ലച്ച് കറക്റ്റ് പിടുത്തം കിട്ടാതെ ഡിസ്ക് അധികം കറങ്ങുന്നതിൻ്റെയാണ് ഈ സ്ലിപ്പിങ് കാണിക്കുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പിങ് കാണിക്കുന്നതേ. നല്ലൊരു ക്ലച്ചിനാണെങ്കിൽ നമുക്ക് ഈ ഡെത്താണ് നോക്കുന്നത്. ഇതുണ്ട്, ഇതിപ്പോൾ തേഞ്ഞിരിക്കുക. ഇത് തേഞ്ഞിട്ട് റിവേറ്റ് കണ്ട തുടക്കത്തിലെ റിവേറ്റാണ്. ഇതങ്ങനെയല്ല കണ്ട, ഇത് ഇത്രയും ഡെത്തുണ്ട്. അതായത് ഇത്രയും ലൈനറിൻ്റെ കാലം കണ്ടില്ലേ, ഇത് തേഞ്ഞതാണ്. അപ്പോൾ ഇത് മാറ്റിക്കഴിഞ്ഞാൽ മൈലേജും കൂടുതൽ കിട്ടും. നമ്മളിനി വല്ല 10-40,000 കിലോമീറ്റർ ആകുമ്പോഴേ മാറ്റത്തുള്ളൂ. അന്നേരം ഇതിന് വേണ്ടി മാത്രം ഇളക്കുകയാണെങ്കിൽ മെനക്കേടാണ്. അപ്പം ഇത് ക്ലച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് എപ്പോഴും നല്ലതാണ്. ഇതൊരു 1000 കിലോമീറ്റർ കൂടെ ഓടിക്കഴിഞ്ഞെങ്കിൽ പിന്നെ വണ്ടി ഒട്ടും വലിക്കത്തില്ല. അതിനുള്ള ഇതേ ഉള്ളൂ. ഇതിൻ്റെ ഇത് ഒരുമാതിരി ലൈനറിൻ്റെ ആസ്പെറ്റോസാണത്.
ആസ്പെറ്റോസ് ക്ലച്ച് ബ്രേക്കിൻ്റെ ലൈൻഡറിൽ വരുന്ന അതേ മെറ്റലാണ്. ഇതാണ് തൂവല് പോലെ ഒരു ഇളകിയതാണ്. നമ്മൾ ക്ലച്ച് ചവിട്ടുന്നതനുസരിച്ച് ഇതിൽ നിന്ന് ഇത് ഇളകിക്കൊണ്ടേയിരിക്കും. ഇത് ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യും. നമുക്കിപ്പോൾ ബാക്കിൽ കുറച്ചൊരു യാർഡുണ്ട്, അവിടെയും കുറച്ച് വണ്ടി കിടക്കുന്നുണ്ട്. ഇവിടെ വണ്ടി തീരുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടികൾ എടുത്തുകൊണ്ടിരിക്കും. പിന്നെ അവിടെ നിന്ന് ഇറക്കി കയറ്റിയിടും. 4 ടെക്നീഷ്യൻസ് ഉണ്ട്. ഞാനിവിടെ ഇടപ്പഴിഞ്ഞ് ബോസ് ഓട്ടോ ഗ്യാരേജിലാണ് ഞാൻ പണി പഠിച്ചത്. ലൈറ്റ് വെഹിക്കിളാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾക്ക് ഇവിടെ പണിയുന്ന ലൈറ്റ് വെഹിക്കിളാണ്. അതിനൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കോയിൽ സ്പ്രിങ് വരുന്ന സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ അതിന് കട്ടർ റോഡ് ഇപ്പോഴത്തെ റോഡ് കുണ്ടുകൂടിയാണ്. അപ്പോൾ അതിലേക്കൂടെ സ്ഥിരം പോവുകയാണെങ്കിൽ സംഭവിക്കാവുന്നത് സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടിയിൽ ആംസ് വരുന്നുണ്ട്. ആംസും ഇതുപോലെ കംപ്ലൈൻറ്റ് വരും. അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ വലിയ കട്ടിലൊക്കെ ചാടുകയാണെങ്കിൽ ഷോക്ക് അബ്സോർബ് കാലക്രമേണ കൊണ്ടും വരാം. അത് ഹൈഡ്രോളിക്കാണ് ഷോക്ക് അബ്സോർബ്. കോയിൽ സ്പ്രിങ്ങും ഉണ്ട്, അത് ഹൈഡ്രോളിക്കും കൂടെയാണ്. അപ്പം അത് കൂടുതലും സ്റ്റിയറിംഗ് ബോക്സും ഈ സ്റ്റഡെന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യം. പിന്നെ ജീപ്പ് മറ്റുള്ള ശകലം കൂടെ ലോഡ് കൂടിയ വണ്ടിക്കാണെങ്കിൽ റോഡ് സ്പ്രിങ്ങാണ് വരുന്നത്. അതിന് വലുതായിട്ട് ബാധിക്കത്തില്ല, ലോഡ് വണ്ടിയൊക്കെ ആയതുകൊണ്ട്. മാരുതിയിൽ പൊതുവേ എല്ലാ വണ്ടിയുടെയും സ്പെയർ പൈസകൾ ചില വാഹനങ്ങളുടെ സാധനം മാത്രമേ കമ്പനി വെളിയിൽ കൊടുക്കാതെ ഉള്ളൂ. എന്നാലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ് സാധാരണ ഇട്ട് ചെയ്യുന്നത്. അതേപോലെ മാരുതിക്കൊക്കെ ജെന്യൂൻ സാധനം പാക്കറ്റ് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പാക്കറ്റ് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന വാലിയോ അങ്ങനെയുള്ളതൊക്കെയാണ് അവരെ മാരുതി കവറിനകത്തും ഉള്ളത്. കൂടുതലും മാരുതിക്കെല്ലാം നമ്മൾ ജെന്യൂൻ സാധനം തന്നെ വരുന്നത്. ചില വോക്സ്വാഗൺ പോളോ അങ്ങനെയുള്ളതൊക്കെ ചിലതിന് കമ്പനിയിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷേ എന്നാലും ഇമ്പോർട്ടൻ്റ് വാല്യൂ അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലച്ചൊക്കെ അങ്ങനെ അതാണ് കമ്പനി കവറിൻ്റെ അകത്തും വാല്യൂ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇത് മാർക്കറ്റിൽ കിട്ടുന്നത് നല്ല സുലഭമായിട്ട് കിട്ടുന്നത് ഈ മാരുതി നല്ല റേറ്റും കുറവാണ്. നല്ല സാധനങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട്. ടാറ്റയുടേത്, മഹേന്ദ്ര, ഹുണ്ടായി ഇതാണ് നല്ല കൂടുതലായിട്ട് കിട്ടുന്നത്. പിന്നെ എന്നാലും മറ്റുള്ളത് നമുക്ക് കമ്പനി അഥവാ ഡയറക്റ്റ് തന്നില്ലെങ്കിലും നമുക്ക് അല്ലാതെ പല സോഴ്സിൽ കൂടെയും ഒറിജിനൽ സാധനം തന്നെ കിട്ടുന്നുണ്ട്. മാരുതിയുടേത് ഇപ്പം എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് ഒറിജിനലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. മാരുതിയുടെ പാക്കറ്റിൽ ക്ലച്ച് മറ്റുള്ള ഐറ്റങ്ങളെല്ലാം നമ്മളിപ്പം വാലിയോ അങ്ങനെയുള്ളതൊക്കെയാണ് അവരും ബൾക്കായിട്ട് എടുത്ത് കമ്പനി തന്നെ പാക്കറ്റിൽ കമ്പനി ഒറിജിനലായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സാധനം തന്നെ നമുക്ക് മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. പക്ഷേ മാരുതിയുടെ കൂടുതലും ഷോർട്ടേജ് വന്നിട്ടില്ല. എല്ലാം ഇവിടെയും അവരുടെ ഔട്ട്ലെറ്റിൽ കൂടെ വെളിയിൽ കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ. വണ്ടിക്ക് സാധാരണ ഓയിൽ വരുന്നത് ഗിയർ ഓയിൽ വരുന്നുണ്ട്, എൻജിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, ക്ലച്ചിൻ്റെ ഓയിൽ, പവർ സ്റ്റിയറിംഗ് ഓയിൽ. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ഓരോ വണ്ടിക്കും ഇപ്പം പുതിയ ജനറേഷൻ വണ്ടിക്കെല്ലാം സ്വിഫ്റ്റിന് നമുക്ക് ഗിയർ ഓയിലൊക്കെ കൂടുതൽ കാലം കിടക്കുന്നത്. അതായത് സിന്തറ്റിക് ഗിയർ ഓയിൽ വരെ ഇപ്പോൾ സിന്തറ്റിക് ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ സ്വിഫ്റ്റിനൊക്കെ സിന്തറ്റിക് ഗിയർ ഓയിൽ വരെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതാകുമ്പം കൂടുതൽ കിലോമീറ്റർ മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു മാക്സിമം ഒരു 40,000-50,000 കിലോമീറ്റർ വരെ ആകുമ്പോൾ ഗിയർ ഓയിൽ മാറ്റിയാലും അങ്ങനെ ഉള്ള വണ്ടികൾ പോകുന്നുണ്ട്. ഇപ്പം സാധാരണ എൻജിൻ ഓയിൽ മാറ്റുന്നത് ഓരോ കമ്പനിയും ഓരോ ഇതാണ് പറയുന്നത്. ഈ വോക്സ്വാഗണൊക്കെ അവർ സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു 10,000-ലൊക്കെ മാറ്റിയാൽ മതി.
നമ്മൾ സാധാരണ മാരുതിക്ക് ആദ്യം ഇറങ്ങിയ മോഡൽ മാരുതിക്കെല്ലാം 5000-ലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ 5000 മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗിയർ ഓയിൽ അതുപോലെ തന്നെ മാരുതിക്ക് വന്നിട്ട് 20,000, 40,000 അങ്ങനെ 20,000 4 പ്രാവശ്യം ഓയിൽ മാറ്റുമ്പോൾ ഒരിക്കൽ ഗിയർ ഓയിൽ മാറ്റണം. പിന്നെ ബ്രേക്ക് ഓയിൽ സാധാരണ ഒരു 20,000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ അങ്ങനെ അത് ഇതില്ല, കറക്റ്റായിട്ട് മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല, കട്ടിയാവത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ബ്രേക്ക് ഇടയ്ക്ക് ചെയ്യുമ്പം നമ്മൾ ടോപ്പപ്പ് ചെയ്ത് അത് മാറ്റിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഇപ്പം ഇലക്ട്രിക് വാഹനമെന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ ഡീസലും പെട്രോളും ഉള്ളത്. ഇപ്പം വ്യാപകമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സാധാരണ നമ്മളിപ്പം ഒരു വണ്ടി ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി വർക്ക്ഷോപ്പുകൾക്കെല്ലാം ട്രെയിനിങ്ങൊക്കെ കൊടുത്തു വരണുണ്ട്. ഭാവിയിൽ ഇതുപോലെ ഇനി നമ്മളും ഏകദേശം ട്രെയിനിങ് എല്ലാം കിട്ടി വരുമ്പോൾ അതിനുള്ള എക്യുപ്മെൻ്റ് എല്ലാം ആയി വരുമ്പോൾ നമുക്കും നമ്മുടെ വർക്ക്ഷോപ്പിലും ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ചെയ്തു വരും. എന്നാലും അതിൻ്റെ ബാക്കി ബ്രേക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധാരണ ഇത് ഇലക്ട്രിക് എൻജിൻ മാത്രമാണ് ഇലക്ട്രിക്കാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കും ചെയ്യാൻ പറ്റുന്ന ഇതാണ്.